നമ്മളൊരു സ്പാ എന്ന് കേൾക്കുമ്പോൾ അതായത് നമ്മളെപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരുന്നതെന്ന് പറയുന്നത് ഒരു ഹെയർ സ്പാ അല്ലെങ്കിൽ ബോഡി സ്പാ എന്നൊക്കെയാണ്. അല്ല, ഓരോരുത്തരും നമ്മളെപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും എന്താണ് സ്പാ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഈ സിനിമ പല രീതിയിൽ നമ്മൾ സിനിമകൾ പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ഒരു കഥയായിരിക്കാം, ഒരു കഥയെ സിനിമയാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു ഇമോഷൻ എലമെൻ്റ് എടുത്ത് അതിനകത്തൊരു കഥയാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇത് സ്പാ സെൻറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇതിനകത്ത് രസകരങ്ങളായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുകളുള്ള ഒരു സിനിമയാണ്. കൂടുതൽ നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഇത്രയും പേരല്ല, കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂവിന് ഇത്രയും പേരെ ഇരുത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിറയെ ആർട്ടിസ്റ്റുകളുള്ള ഇനിയും ഉഗ്രൻ പെർഫോമൻസസ് സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരുപാട് ഇനിയും ആൾക്കാരുണ്ട് ഇതിനകത്ത്. ആക്ച്വലി എല്ലാവരും വന്നിട്ടില്ല. അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പല പുരുഷ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം അല്ലേ വിനീതേട്ടാ? ഇപ്പൊ വിനീതേട്ടൻ്റെ എനിക്ക് ഒരു സിനിമയിലൊരു പാട്ട് ഇതിന്ന് തന്നെ തുടങ്ങാം. ആ പാട്ടിൽ തന്നെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ വിനീതേട്ടൻ്റെ എപ്പോഴും നമ്മൾ വിനീതേട്ടൻ്റെ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ വിനീതേട്ടൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അതെപ്പോഴും സിനിമകളിലൊക്കെ കാണാറുണ്ട്. ഈ ഒരു സിനിമയിലെ ഒരു മേക്ക് ഓവറും നമുക്കൊരു വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സിനിമയിലെ ഒരു കഥാപാത്രം എങ്ങനെയായിരുന്നു? സിനിമയിലെ കഥാപാത്രം സാറ് പറഞ്ഞു തന്ന് ചെയ്യുന്ന കഥാപാത്രം തന്നെ. എൻ്റെ ഒരു നായിക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നായികയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ നമുക്ക് യഥാർത്ഥ പ്രേമാണെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം അറിയാണ്ട് എനിക്ക് ഒരു പ്രേമ സംഭവങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത്യാവശ്യം അടി ഗുണ്ട പോലീസൊക്കെ അല്ലേ പരിപാടി. അതിൽ നിന്ന് എനിക്ക് ഭയങ്കര മാറ്റമുണ്ട്. എനിക്ക് ഞാൻ കണ്ട സീനുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെയൊക്കെ പെർഫോമൻസ് ഗംഭീരായിരുന്നു അല്ല, ശരിക്കും പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗുണ്ടയാണ്, പോലീസാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിക്കൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടർ ഒക്കെ ചെയ്യുന്നതിനെ കൂടെ വ്യത്യസ്തമായിട്ട് ഇതിലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ചലഞ്ചിങ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ നായിക പിന്നെ ഞങ്ങൾ പറഞ്ഞു തരാൻ ഡയറക്ടർ അതുള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചു. പക്ഷെ ആ പാട്ടിലൊക്കെ റൊമാൻസ് ഒക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നടക്കില്ല, ഇതായിട്ട് നടന്നു. അതെ, അപ്പൊ രാധികയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ റൊമാൻസ് വന്നു അല്ലേ? എനിക്ക് അതേപോലെ വിനീതേട്ടനെ കണ്ടപ്പോ എനിക്കും റൊമാൻസ് വന്നു. അതായത് രണ്ടുപേരും അടുത്തായിരുന്നു, രണ്ട് ഇന്റർവ്യൂല് രണ്ടുപേരും അടുത്തടുത്താണ്. വിനീതേട്ടൻ എന്റെ അടുത്ത് ആരും ഇരുത്താൻ സമ്മതിക്കില്ല. സിനിമയില് വിനീതിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ രാധികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. എന്തൊരു ക്യൂട്ടായിട്ട് ഒരു ആക്ടറിൻ്റെ പെർഫോമൻസിനോടൊരു ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ ആ ആക്ടർ ആ ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് കാണുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കോംബോ ആയിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത്, അപ്പം ഞാനും അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ താഴെ പോവും എന്നുള്ള തോന്നലാണ് രാധികയും കട്ടയ്ക്ക് പെർഫോം ചെയ്യുന്നത്. കാരണം വിനീത് വന്ന സീനിലെല്ലാം വിനീത് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന രീതിയിൽ അതിനെ ഈസി ആയിട്ടത് ലിഫ്റ്റ് ചെയ്തു. നാച്ചുറലി രാധികയും പെർഫോം ചെയ്തേ മതിയാവും. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ കെമിസ്ട്രി വർക്കൗട്ടായി. എനിക്കൊന്നൊരു ആർട്ടിസ്റ്റ് റെസ്പെക്ട് അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ രാധിക എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ഒരു പെർഫോമർ തന്നെയാണ്, ഡാൻസറാണ്, RJ ആയിരുന്നു, അങ്ങനെ പല പല മേഖലകളിൽ. ഇപ്പോൾ ഇതിന് മുൻപുള്ള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ പെരുമാനി ആയാലും അപ്പനായാലും ഭയങ്കര ബ്രില്യൻ്റ് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ഒരു കെമിസ്ട്രീനെ പറ്റി പറഞ്ഞല്ലോ, പക്ഷെ നമ്മൾ ആ പാട്ടിൽ കാണുമ്പോൾ ഒരു 80s കാലഘട്ടം, ആ ഒരു സമയത്ത് ഒരു റെട്രോ വൈബാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ പോസ്റ്ററിൽ നിങ്ങൾക്കൊക്കെ ഒരു സ്പാ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇമോഷൻ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നത്? ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ സ്പാലെ ഒരു തെറപ്പിസ്റ്റ് ആണ് ഞാൻ. അപ്പോൾ അവിടെ വരുന്ന ഒരുപാട് ആൾക്കാരിൽ
ഒരാളാണ് ഇദ്ദേഹം. അതാണ് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. കഥ മൊത്തം പറയില്ലേ? പിന്നെ നമുക്ക് നമ്മളുടെ പ്രേമം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇമാജിൻ ചെയ്യാലോ. നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ പോയി നമ്മൾ പ്രേമിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം, നമ്മൾ മഞ്ഞത്ത് പ്രേമിക്കുന്നതായിട്ട് തായ്ലാൻഡിൽ പോവാം. നേരത്തെ പറഞ്ഞു തായ്ലാൻഡ്, അവിടെ എന്തോ സാൻഡ്വിച്ച് മസാജ് ഉണ്ട്. അല്ല അവിടെ ഫ്രണ്ട് പറഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ പോയോ ചോദിച്ചു, പറഞ്ഞില്ല അവൻ ഹണിമൂൺ അങ്ങോട്ട് പോയത്. അല്ലല്ല ഹണിമൂണായിട്ടാണ് അവൻ പോയത്. അപ്പൊ അവിടെ എഴുതിയേക്കാന്ന് സാൻഡ്വിച്ച് മസാജ്. ഓ അതെന്തായിരുന്നു? ഞാൻ ഡീറ്റെയിൽ അന്വേഷിക്കണം, ഞാനും പോയിട്ടില്ലുണ്ട്. അതെ. അല്ല ഈ സിനിമ കണ്ടപ്പോ സ്പാ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഞാൻ സ്പാക്കി പോയിട്ടുണ്ട്. ചേട്ടൻ എവിടെ? തായ്ലൻഡിൽ പോയിട്ടുണ്ടോ? തായ്ലൻഡ് ഒന്നല്ല, നമ്മുടെ നാട്ടില്. അത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡി പെയിൻ ഒക്കെ ഉള്ളപ്പോ സ്പാ കഴിഞ്ഞൊരു സുഖം. അതെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും ഒരു കെമിസ്ട്രി നമ്മൾ ആ പാട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ക്യാരക്ടറൊക്കെ രാധികയുടെ വരുന്നത് സിനിമയിൽ? ക്യാരക്ടർ ഒരു തെറപ്പിസ്റ്റ് ആണ് ഞാനിതില്. പിന്നെ പാട്ട് ഒരു ഡിഫറെന്റ് സാധനമാണ്, ഒരു വേറൊരു കാലഘട്ടം. കൂടുതലൊന്നും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ ഓടിക്കും. എനിക്കിങ്ങനെ ഡാൻസ് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം ഈ സിനിമയിലാണെന്ന് നടന്നത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ സിനിമ പാട്ടിൽ ഡാൻസ് കളിക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു ആഗ്രഹം നടന്ന ഒരു, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോ ഈ ഒരു സിനിമയിലാണ് ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. മറ്റൊന്നൊക്കെ അതെ ഒരു പരുക്കൻ ക്യാരക്ടറാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ഡാൻസർ ആയതുകൊണ്ട് ആ സ്റ്റെപ്പ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒപ്പിക്കാൻ പറ്റി. പിന്നെ അതല്ലാതെ വേറെ കുറെ ഇതുവരെ വേറെ സിനിമയിൽ ചെയ്തിട്ടില്ലാത്ത സ്വരങ്ങൾ പാടി അഭിനയിച്ചല്ലോ വിനീത. അതും പെട്ടെന്ന് അതെങ്ങനെയുണ്ടായിരുന്നു വിനീതേട്ടാ ആ സ്വരങ്ങളൊക്കെ പാടാൻ? സ്വരങ്ങള് പാടും, ഡാൻസ് കളിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അതല്ലേ. നമ്മൾ സാധാരണ പെരുന്നാൾ പൂരം പരിപാടികളാണ് ഡാൻസ് പരിപാടി അറിയുള്ളൂ. ഇത് അതാണ് സിറ്റുവേഷൻ. പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല, അതില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അല്ല നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം നമ്മള് വരികള് വായിച്ച് കുറച്ച് മനസ്സിലാക്കിണ്ടായിരുന്നു. മുഴുവൻ കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. അതാ മാതിരിയാണ് ഗമപദ നിശാന കുറെ പരിപാടി ഉണ്ട്. അപ്പൊ ഒരു വിധം നമ്മൾ പഠിച്ചിട്ട് അതായത് നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് എഫേർട്ട് എടുക്കണമല്ലോ. ഒരു വ്യത്യസ്തമായിട്ട് കഥാപാത്രം ചെയ്യാൻ കിട്ടാൻ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു നായിക നമ്മൾ ആ പോസ്റ്ററിൽ കാണുമ്പോൾ തന്നെ അപ്പോൾ ശ്രീജിത്തിന് മുൻപ് ഏത് ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത്ര വർഷങ്ങൾക്ക് ശേഷം എബ്രിഡ് സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതെ, ബിജുവിന് ശേഷം വരുന്ന കോളാണ് ഈ മൂവിയിലേക്ക്. സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 3-4 തവണ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യം ഇല്ല. ബിജു ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ റെഡിയാണ്. കാരണം സാറ് നമുക്കൊരു എക്സ്പെരിമെൻ്റൽ പരിപാടിയായിരിക്കും, ഒരു ന്യൂ തിങ്സ് ആയിരിക്കും നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വന്ന് ചെയ്യുക. ഞാനൊരു ഡയറക്ടർ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഫ്രീഡം തരും എന്നൊക്കെ പറയും, എല്ലാവരും പറയും ആർട്ടിസ്റ്റ് സാർ നമുക്ക് നല്ല ഫ്രീഡം തരും. പക്ഷേ അങ്ങനെയല്ല, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ കട്ട് ചെയ്യണം, ഇതിങ്ങനെ ആക്കണം, കുറച്ച് ഇംപ്രവൈസേഷൻ ഇവിടെ വരണം. അതനുസരിച്ച് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാ മൂവീസിലും അത് നമുക്ക് പറ്റിയെന്ന് വരില്ല. ഒരു ബോക്സിൽ തന്നെ നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. പക്ഷേ ഇത് സാറിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അറിയാതെ ഇംപ്രവൈസ് ആയി പോകും. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എടുത്ത് നോക്കുകയാണെങ്കിൽ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വരുന്ന സമയത്ത് ചേഞ്ച് വന്നു, ഡബിങ് ഒക്കെ ആയിരിക്കില്ലേ? സിംഗ് സൗണ്ട് ആയിരുന്നു. ഇത് ഡബിങ് ആണ്. ഡബിങ് അത് ഈ പറഞ്ഞ പോലെ സാറ് അഭിനയിക്കാൻ അറിയാത്തവരെ അഭിനയിപ്പിക്കും. അതുപോലെ തന്നെ ഡബിങ് നമുക്ക് നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ അതനുസരിച്ചിട്ട് സാറ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ സാർ ആദ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. കയ്യിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കും. അത് നോക്കിയിട്ട് സാറ് കറക്ഷൻ തരും. അപ്പോൾ കറക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ എത്രത്തോളം ആ ഒരു നമ്മുടെ അഭിനയത്തിന് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫോമൻസ് സിനിമയിൽ വരാൻ വേണ്ടി എത്രത്തോളം ഗുണം ചെയ്യും? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒബ്സർവ് ചെയ്യേണ്ടി വരും. നമ്മൾ സാറ് മാറ്റി പറയുമ്പോൾ അത്
ടക്കെന്ന് നമുക്ക് കിട്ടണം. ഇപ്പോൾ അതല്ല എന്ന് കൂട്ടി പറയോ, കുറച്ചും കൂടി വേറെ രീതിയിൽ തരുമോ, നോട്ട് എങ്ങനെയാക്കുമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് വെച്ചിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ലൈഫിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ. അപ്പോഴും മാത്രമേ നമുക്ക് ടക്ക് മാറാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ ആ റിതം വരണമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ആർട്ടിസ്റ്റിന് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കിട്ടും നമുക്ക്. സാറിൻ്റെ മൂവിയിൽ നിന്ന് നമുക്കത് നമ്മൾ പഠിച്ചു വരും. അതെ അതെ, അത് പഠിച്ചു വരാൻ ഭയങ്കര ഒരു രസമാണ്.